കർണാടക ഗുണ്ടൽപേട്ടിൽ നിന്നാണ്. അവിടെ ഒരു കുടുംബത്തിലെ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ അതാണിപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ലോറി ബൈക്കിനെ ഇടിക്കുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയത് 200 മീറ്റർ ദൂരമാണ്. കമലുണ്ട് വിവരങ്ങളുമായി. കമൽ, കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. അമിത വേഗതയിലായിരുന്നു ലോറി. ലോറി ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. അതായത് ബൈക്കിൽ മുന്നിൽ പോവുകയായിരുന്ന ബൈക്കിനെ ഇടിച്ച ശേഷം 200 മീറ്ററോളം ആ ബൈക്ക് ലോറിയുടെ അടിയിൽ കുടുങ്ങി അങ്ങനെ മുന്നോട്ട് പോയി. അതിനുശേഷമാണ് ലോറി നിർത്തുന്നത്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശികളായ ധനേഷ്, ഭാര്യ അഞ്ജു, മകൻ ഇഷാൻ കൃഷ്ണ എന്നിവരായിരുന്നു ബൈക്കിലുണ്ടായിരുന്നത്. 3 പേരും സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ മരണമടഞ്ഞു. ഇവരുടെ മൃതദേഹങ്ങൾ ചാമരാജ് നഗർ ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 3:30 ആയിരുന്നു ഈ അപകടം. ഗുണ്ടൽപേട്ട ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ ലോറി നിയന്ത്രണം വിട്ട് പിന്നിൽ നിന്ന് ബൈക്കിനെ ഇടിച്ച 200 മീറ്ററോളം ലോറിക്ക് അടിയിൽ തള്ളിക്കൊണ്ടുപോയത്. ഡ്രൈവറെ ആളുകൾ കയ്യേറ്റം ചെയ്യുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഡ്രൈവർ പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആര്യ, ശരി. Yes.